Dear students, now I wish to do a few more problems from second module. A mild steel bar 2 cm in dia. രണ്ട് മൂന്ന് പ്രോബ്ലം കൂടി ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. രണ്ട് മൂന്ന് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞു വെക്കണം, അപ്ലൈ ചെയ്യുക, യൂണിറ്റ് ശ്രദ്ധിക്കണം. ചിലപ്പോൾ യൂണിറ്റ് ജിഗാ പാസ്കൽ GPA തന്നെ 1000 മൾട്ടിപ്ലൈ ചെയ്ത് MPA ആക്കണം. MPA എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ MM സ്ക്വയർ ആണ്. അങ്ങനെയുള്ള MM-ലേക്കും ന്യൂട്ടണിലേക്കൊക്കെ മാറ്റേണ്ട ഒരു യൂണിറ്റ് കൺവേർഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പഠിക്കാനുള്ള രണ്ട് മൂന്ന് ബേസിക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളാണിത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഒരു കോളം വരച്ചിട്ടുള്ള മൂവ്മെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള, അതുപോലെ സെൻട്രോയിഡ് കാണാനുള്ള, പിന്നെ അതിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ റിയാക്ഷൻസ് കാണാനുള്ള ഇതും പഠിച്ചു. അത് ഇത്തിരി സിമ്പിൾ ടോപ്പിക് തന്നെയാണ്. അതുപോലെ ഇത് അതിനെക്കാട്ടി സിമ്പിളാണ്. രണ്ട് മൂന്ന് ഇക്വേഷൻസ് പഠിച്ചാൽ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, MS ബാർ 2 cm ഇൻ ഡയ, അതിൻ്റെ ഡയമീറ്റർ 2 cm ആണ്. ആൻഡ് 3 cm ലോങ്, 3 cm ആണ് ലെങ്ത്ത്. ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ബ്രാസ് ട്യൂബ്. അതിന് ഇന്നലെ ചെയ്ത പോലെയുള്ള പ്രോപ്പർട്ടിയിലുള്ളതായിരിക്കും. ഇന്നലെ കോപ്പർ ആയിരുന്നു, ഇപ്പോൾ ബ്രാസ് ട്യൂബാണ് നമുക്ക് എൻക്ലോസ് ചെയ്തതിന്. അപ്പോൾ എക്സ്റ്റേണൽ ഡയമീറ്റർ 3 cm, എക്സ്റ്റേണൽ ഡയമീറ്റർ 3 cm ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ 2.5 ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ 2.5 ആണ്. കോമ്പോസിറ്റ് ബാർ ഈസ് ഹീറ്റഡ് ത്രൂ 80 ഡിഗ്രി സെൽഷ്യസ്. അത് കോമ്പോസിറ്റ് ബാറിനെ ഹീറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ദി സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഈച്ച് മെറ്റൽ. ഈച്ച് മെറ്റലിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് മെറ്റലിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 × 10⁵ ആണ്. അതുപോലെ ആൽഫ ആൽഫ എസ് 112 × 10⁻⁷ ആണ് പെർ ഡിഗ്രി സെൽഷ്യസിൽ. അതുപോലെ ബ്രാസിൻ്റെ ഈ 1 × 10⁻⁵ ആണ്. അതിൽ ബ്രാസിൻ്റെ ആൽഫ 165 × 10⁻⁷ പെർ ഡിഗ്രി സെൽഷ്യസ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനാണ്. DS പറഞ്ഞാൽ 2 cm ആണ്. സ്റ്റീലിൻ്റെ ഡയമീറ്റർ 2 cm 2 mm ആണ്. ബ്രാസിൻ്റെ 3 cm ആണ്, 30 mm ആണ് ഔട്ടർ. അതിന് ഇന്നർ 2.5 ആണ്. അതുപോലെ ഇന്നലെ കണ്ടുപിടിച്ച പോലെ രണ്ട് ഏരിയയും കണ്ടുപിടിക്കുക. ഒന്നിന് ഒരു ഹോളായതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പുറത്തുനിന്നുള്ളത് ഇതിൻ്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ES 2 × 10⁵ ആണ്. EB ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിൽ ഇക്വേഷൻ വരുന്നത് ഈ ഒരു റിലേഷനാണ്. ഇന്നലെ ചെയ്തപ്പെടുത്ത റിലേഷൻ തന്നെയാണ്. ഇന്നലെ ആ രണ്ടാം മോളിൽ നിന്ന് ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലെ ഇക്വേഷൻ റിലേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് FS by AS അതായത് ഇതിൻ്റെ പ്രഷർ, ഇതിൽ വരുന്ന ഉണ്ടായിരിക്കുന്ന പ്രഷർ FP AB അത് രണ്ടും ഈക്വൽ ആയിരിക്കും. FB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സാണ്, ടെമ്പറേച്ചർ സ്ട്രെസ്സാണ്. ടെമ്പറേച്ചർ ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന സ്ട്രെസ്സാണ്.
പ്രഷർ പറഞ്ഞാൽ P/A ആണ്. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ P/A ആണ്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. FP അതായത് ബ്രാസിൻ്റെ ഉണ്ടായിരിക്കുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു സ്റ്റീൽ ഉണ്ടാക്കിയത് രണ്ടും ഈക്വൽ ആയിരിക്കും ടെമ്പറേച്ചർ കൊണ്ടുള്ള. ഇവിടെ ആൽഫ ബി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നത്. അത് നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് നിങ്ങൾ പഠിച്ചപ്പോൾ എടുത്തിട്ടുണ്ടാവും. രണ്ടിലുണ്ടാകുന്ന ഈ പ്രഷർ ഈക്വലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ആൽഫ ബി ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് ഇങ്ങനെയുള്ള റിലേഷൻ എടുത്ത് നമ്മൾ FS/ES + FP/EP is equal to T into alpha B minus alpha S. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. ഈ ഇക്വേഷനിൽ നിന്ന് FP ഇൻറ്റു AB ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഇത് ഇവിടെയും കൊടുക്കും. അപ്പോൾ അതിനകത്ത് FPയിലെ ഒരു ഇക്വേഷൻ കിട്ടും. FP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.45 FS ഇന്നലെ ചെയ്ത പോലെ ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷനിൽ പുട്ട് ചെയ്യും. ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും. എന്നിട്ട് FS മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. FSനെ കണ്ടുപിടിക്കുക റീഅറേഞ്ച് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് റീഅറേഞ്ച് ചെയ്യണം. സ്റ്റെപ്പായിട്ട് ചെയ്യുക. FS 21 Nm/mm² എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എടുത്താണ്ട് ആ 1.45 FSൽ കൊടുക്കുമ്പോൾ നമുക്ക് FBയും കിട്ടും. അപ്പോൾ FB 31 Nm/mm² എന്ന് കിട്ടും. അങ്ങനെ FB FS കാണാനുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, ഒരു പ്രാവശ്യം കൂടി പറയാം. ഈ പറഞ്ഞ ഡാറ്റാസൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടിലും ടെമ്പറേച്ചർ സ്ട്രെസ് ആയതുകൊണ്ട് രണ്ട് മെറ്റീരിയലും ഒപ്പം ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒപ്പം വികസിക്കും. അപ്പോൾ നമ്മൾ P1 = P2 ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ്സിൽ. ഇതിൻ്റെ ഡെറിവേഷൻ അല്ല, ഇതിൻ്റെ ഒരു തിയറി പഠിച്ചത്. അപ്പം ഇവിടെ ആൽഫ ബി ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട് ഇങ്ങനെ FS/ES = T into alpha B minus alpha. അതിനകത്തുനിന്ന് അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പോലെ റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. ഏരിയ രണ്ടിലും കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ FP = 1.45 FS എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് മറ്റേ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അതിൽ FS മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. നമുക്ക് FS കിട്ടും. FS കിട്ടുമ്പോൾ 21 Nm/mm² എന്ന് കിട്ടും. അതെടുത്തിട്ട് നമ്മൾ 1.45 ഇതിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ 31 FP കിട്ടും. 31 Nm. അതാണ് റിസൾട്ട്. രണ്ടിലുണ്ടായ സ്ട്രെസ് കാണാനാണ്, ടെമ്പറേച്ചർ സ്ട്രെസ് കാണാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി സ്ട്രെയിൻ എനർജി. സ്ട്രെയിനാണ് കാണ്ടി വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് in a rod of 2.5 meter long and 1000 mm² in cross section. ഏരിയയും ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. ഏരിയ when a pull of 20 kN is suddenly applied on it. ഈ എന്ന് പറഞ്ഞാൽ 2 × 10⁵ ആണ്. സഡൻലി അപ്ലൈഡ് ലോഡാണ്. അതിന് നിങ്ങൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. F² സ്ട്രെയിൻ എനർജി, റെസിലിയൻസ് ഓർ സ്ട്രെയിൻ എനർജി പറഞ്ഞാൽ സെയിം. റെസിലിയൻസും സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഇവിടെ ലെങ്ത് 2.5 എന്ന് പറഞ്ഞു. 1000 മൾട്ടിപ്ലൈ ചെയ്താൽ mm മാറി കിട്ടും. ലോഡ് 20 kN ആണ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1000 ആണ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സ്ട്രെയിൻ എനർജിൻ്റെ ഇക്വേഷൻ F² 2E/V ആണ്. V പറഞ്ഞാൽ വോളിയം ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. V വോളിയമാണ് കേട്ടോ. mm³ ആണ്. പക്ഷേ ഇവിടെ സഡൻലി അപ്ലൈഡ് ലോഡാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ 20 kN ഈ സഡൻലി അപ്ലൈഡ് ഓൺ ഇറ്റ് ആണ്. സഡൻലി അപ്ലൈഡ് അവർ 2P/A ആണ്. വെൻ ദി അപ്ലൈഡ് F കാണാനുള്ളത്. സഡൻലി അപ്ലൈഡ് ലോഡ് ആകുമ്പോൾ F കാണാനുള്ള ഇക്വേഷൻ F എന്ന് പറഞ്ഞാൽ 2P/A ആണ്. F 2 × 20 × 1000/1000. 1000 പറഞ്ഞാൽ കിലോമീറ്ററിന് ന്യൂട്ടണിലേക്ക് മാറ്റിയാണ്.
അങ്ങനെ ആകുമ്പോൾ 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് വോളിയം കൂടി കാണണം. വോളിയം പറഞ്ഞാൽ ഏരിയ അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് വോളിയം കിട്ടി. അപ്പോൾ സ്ട്രെയിൻ എനർജി കാണാം. സ്ട്രെയിൻ എനർജി പറഞ്ഞാൽ നൊട്ടേറ്റ് ചെയ്യുന്നത് യു ആണ്. 40² × 2E V. അത് ചെയ്യുമ്പോൾ നമുക്ക് 1000 ന്യൂട്ടൺ പെർ mm, ന്യൂട്ടൺ പെർ അല്ല ന്യൂട്ടൺ mm എന്ന് കിട്ടും. സ്ട്രെയിൻ എനർജീൻ്റെ ഇത് യൂണിറ്റ് ന്യൂട്ടൺ mm ആണ്. സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ ന്യൂട്ടൺ mm per mm സ്ക്വയർ mm3. അതായത് ന്യൂട്ടൺ mm ആണ് നമ്മുടെ 1000 ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം പറയാം. സഡൻലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് 2P/A ആണ് അതിൻ്റെ എഫ് കാണുന്നത്. എഫ് കണ്ടു, വോളിയം കണ്ടു. അത് ഇക്വേഷനിൽ പുട്ട് ചെയ്ത ആൻസർ 1000 ന്യൂട്ടൺ mm എന്ന് കിട്ടും. 1000 ആണ് 1000 ന്യൂട്ടൺ mm. ഇനി അടുത്തത് ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ മോർ പ്രോബ്ലം ഓവർ. ഇപ്പോൾ നമ്മൾ റെസിലിയൻസ് കണ്ടു, ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം പഠിച്ചു. ഇനി നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം പഠിച്ചു. ഇനി നമ്മൾ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. വൺ മോർ പ്രോബ്ലം. ഇതിൽ വരുന്നത് പ്രിസ്മാറ്റിക് മെറ്റാലിക് ബാർ ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ 500 mm by 200 mm ആൻഡ് 2 meter ലോങ്. റെക്ടാങ്കുലർ ആണ്, അതാണ് 2 ഡയമെൻഷൻ, ലെങ്ത്തും ബ്രെഡ്ത്തും ലെങ്ത് 2 meter ആണ്. ഈ സബ്ജക്റ്റ് ടു ലോഡ് ഓഫ് 150 kN അപ്ലൈഡ് ഗ്രാജുവൽ യൂണിറ്റ്. ഇത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്, 150 kN ആണ്. ഇത് സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ബാർ മെറ്റാലിക് ഈസ് 200 Newton per mm square. സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് 200 Newton per mm square. ടൈം സ്ട്രെയിൻ എനർജി, ഇതുപോലെ സ്ട്രെയിൻ എനർജി ആണ്. പ്രൂഫ് റെസിലിയൻസ് മോഡുലേ ഓഫ് റെസിലിയൻസ് ടേക്ക് ഈ 200 kN per mm square. കിലോന്യൂട്ടണിലാണ് ഈ തന്നിരിക്കുന്നത്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്ഷൻ 500 200 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടു, ലെങ്ത്ത് ഇതാണ്, അതുപോലെ ലോഡ് 150 ആണ്. FP 200 ആണ് തന്നിട്ടുണ്ട് ഇവിടെ മെറ്റീരിയൽ കണ്ടോ. ഇലാസ്റ്റിക് ലിമിറ്റ് ഇഫ് ദ സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ആർ മെറ്റീരിയൽസ് ഉണ്ട്. ഈ 200 കിലോന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഡാറ്റാസൊക്കെ ആയി. ഇനി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ F²/2EV ആണ്. അപ്പോൾ ഇത് ഗ്രാജുവലി അപ്ലൈഡ് ആണെങ്കിൽ ലോഡ് P/A ആണ്. നേരത്തെ 2P/A ആയിരുന്നു, കാരണം അത് സഡൻലി അപ്ലൈഡ് ലോഡാണ്. ഓക്കെ, ഇപ്പോൾ 2P/A ആണ്. അപ്പോൾ ഗ്രാജുവലി ആണോ സഡൻലി ആണോ നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എഫ് കിട്ടും, എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ എനർജി കിട്ടും. ന്യൂട്ടൺ mm സ്ട്രെയിൻ എനർജി കിട്ടും. പ്രൂഫ് റെസിലിയൻസി പറഞ്ഞാൽ FP²/2E × വോളിയം ആണ്. അത് നിങ്ങൾ FP നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
ഈ എഫ് അല്ല ഇനി ഇവിടെ യൂസ് ചെയ്യേണ്ടി, ഈ എഫ് അല്ല യൂസ് ചെയ്യേണ്ടി, എഫ് പി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് പി 200 ആണ്. ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ബാർ മെറ്റീരിയൽ ഈസ് എന്ന് തന്നിട്ടുണ്ട്. സ്ട്രെസ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ബാർ ഈസ് 200. അപ്പോൾ അതങ്ങ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 200 കൊടുക്കുക. 200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസിലിയൻസ് കിട്ടും. റെസിലിയൻസ് പറഞ്ഞാൽ സ്ട്രെയിൻ തന്നെയാണ്, അതിൻ്റെ യൂണിറ്റും ന്യൂട്ടൺ എം എം ആണ്. അങ്ങനെ അത് കിട്ടും. മോഡുലോ ഓഫ് റെസിലിയൻസ് പറഞ്ഞാൽ എഫ് പി സ്ക്വയർ ബൈ 2E ആണ്. ഒക്കെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡെറിവേഷൻ ഒന്നും എനിക്ക് ചോദിക്കില്ല. എന്താ ഈ ഡയറക്റ്റ് ഇക്വേഷൻസ് പഠിക്കുക. അത് 0.1 കിട്ടും. 0.1 ന്യൂട്ടൺ എം എം എന്ന് കിട്ടും. പെർ എം എം സ്ക്വയർ അല്ല. സ്ട്രെയിൻ എനർജീൻ്റെ അതുപോലെ പ്രൂഫ് റെസിലിയൻസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ എം എം ആണ്. മോഡുലസ് ഓഫ് റെസിലിയൻസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എം എം പെർ എം എം ക്യൂബ് ആണ്. ന്യൂട്ടൺ എം എം പെർ എം എം ക്യൂബ്, അല്ലെങ്കിൽ ന്യൂട്ടൺ എം എം സ്ക്വയർ ആണ്. ഇവിടെ കണ്ടോ 0.1 ആൻസർ. ഇതൊന്നും 6 ഒന്നുമില്ല. ന്യൂട്ടൺ എം എം സ്ക്വയർ ആണ് മോഡുലസ് റെസിലിയൻസിൻ്റെ. ഇതിൻ്റെയൊക്കെ ന്യൂട്ടൺ എം എം ആണ്. അതുപോലെ സ്ട്രെയിൻ എനർജീൻ്റെ ന്യൂട്ടൺ എം എം ആണ്. ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉദ്യമം തീർന്നു കഴിഞ്ഞു. അതായത് ഈ മൊഡ്യൂളിൽ ആകപ്പാട് 2 ടൈപ്പ് അല്ല, ഇതിനകത്ത് 2-3 ഇക്വേഷൻസ് പഠിക്കുക. ഡയറക്റ്റ് ഇക്വേഷൻ സ്ട്രെസ് പറഞ്ഞാൽ P/A ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കുക. സ്ട്രെയിൻ പറഞ്ഞാൽ ഡെൽറ്റ L/L ആണെന്ന് അറിഞ്ഞു വെക്കുക. അങ്ങനെയുള്ള 2-3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ യൂണിറ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. 1 more questions. ഇതുകൂടി കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എക്സ്പെരിമെൻറ്റ് അല്ലേ, ഒരു ലാബ് എക്സ്പെരിമെൻറ്റിൽ എ ബാർ ഓഫ് 40 mm ഡയമീറ്റർ. ഇത് റൗണ്ടുള്ള ബാറാണ്, ഐ മീൻ സ്ക്വയർ സർക്കുലർ ബാറാണ്. 40 mm ഡയമീറ്റർ ഈ സബ്ജക്റ്റഡ് ടു എ പുൾ ഓഫ് 50 kg. ലോഡ് പിടിച്ച് വലിക്കുന്ന ലോഡ്, ബാറിനെ പിടിച്ച് വലിക്കുന്ന ലോഡ് 40 kN ആണ് അല്ലേ. പിടിച്ച് വലിക്കുക. The measured extension on gauge length of 200 mm extension on gauge length 200 mm extension കിട്ടി. is of 0.08 mm and the change in diameter is 0.0039 mm. ഡയമീറ്ററിൽ 0.0039 mm ആണ്. Calculate Poisson's ratio and the value of Young's modulus, modulus of rigidity and bulk modulus. Young's modulus, modulus of rigidity, bulk modulus. അങ്ങനെ 2-3 കാര്യങ്ങൾ കാണാം. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഗേജ് ലെങ്ത്തിലുള്ള 200 mm ഗേജ് ലെങ്ത്തിലുള്ള അതിൻ്റെ എക്സ്റ്റൻഷൻ ഈസ് 0.08 mm ആൻഡ് അതിലെ ഡയമീറ്ററിലുള്ള കുറവ്, ചേഞ്ച് ഇൻ ഡയമീറ്റർ 0.0039. ഡെൽറ്റ ഡി 0.003 ആണ്. L 200 mm ആണെന്ന് പറഞ്ഞു അല്ലേ. 200 mm ആണ് ഇത് ലെങ്ത്ത് പറഞ്ഞു. അതിൻ്റെ ലെങ്ത്തിലുള്ള എക്സ്റ്റൻഷൻ 0.08 mm ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിളാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. 50 kN ലോഡ്, ഗാമ കാണാണ്ട്, ജി കാണാണ്ട്, കെ കാണാണ്ട്, ഇ കാണാണ്ട്, ഇത്രയും സാധനങ്ങൾ കാണാണ്ട്. ഗാമ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് ഗാമ. അതായത് ഡെൽറ്റ D/D പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ, സൈഡിലേക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ്റെതാണ് ഡെൽറ്റ D/D.
അതായത് 0.039 14 ഡയമീറ്റർ 40 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 9.75 10⁻⁹. അതുപോലെ ഡെൽറ്റ എൽ ലീനിയർ സ്ട്രെയിൻ ലെങ്ത് വൈസ് ഉണ്ടാകുന്ന ഇതാണ്. അത് 0.08/200 ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഗാമ കാണുമ്പോൾ 2.2437 എന്ന് കിട്ടും. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ആണ്. ഏരിയ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞാൽ y/4 d² ആണ്. സർക്കുലർ ആയതുകൊണ്ട് അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിട്ടും നമുക്ക്. സ്ട്രെസ് പറഞ്ഞാൽ അപ്പോൾ ലോഡ് പറഞ്ഞാൽ 15 തന്നിട്ടുണ്ട്. ഏരിയയും കൂടി കൊടുക്കുമ്പോൾ സ്ട്രെസ് കിട്ടി. സ്ട്രെയിൻ പറഞ്ഞാൽ ഡെൽറ്റ L/L നമ്മളിവിടെ മോള് കണ്ടിട്ടുണ്ട്. അത് ഇവിടെ അങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ യങ്സ് മോഡുലസ് കിട്ടും. അത് ഇത്ര 99470.25 ന്യൂട്ടൺ mm² എന്ന് കിട്ടും. കേട്ടോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് നമ്മുടെ യങ്സ് മോഡുലസ്. ഇനി ജി ഓർ എൻ, ജിന്ന് എൻ എന്നൊക്കെ അതിലുണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n × 1+1/m എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ഗാമ കണ്ടുപിടിച്ചത്. ഗാമ നമുക്ക് 0.2437 എന്ന് കിട്ടി അല്ലേ. അതിനാണ് നമ്മൾ ഗാമ കണ്ടുപിടിച്ചത്. ലാറ്ററൽ സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിൻ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ 1/m എന്ന് പറഞ്ഞാൽ ഗാമയാണ്. ഗാമ അത് 0.2437 ആണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. ഈ അങ്ങനെയുള്ളൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ റിലേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എൻ കിട്ടും. എൻ അല്ലെങ്കിൽ ജി കിട്ടും. ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് കെ ആണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ എൻ നമുക്ക് 1262995.497 കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് പോയ്സൺസ് റേഷ്യോ ആണ് ഗാമ എന്ന് പറഞ്ഞാൽ. അതാണ് 1/m. അതുപോലെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്ട്രെസ് ആണ്. എൻ പറഞ്ഞാൽ ത്രീ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇ പറഞ്ഞാൽ യങ്സ് മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് പറഞ്ഞാൽ എൻ, സി ഓർ ജി കൊണ്ട് ഇട്ടിട്ടുള്ള ബൾക്ക് മോഡുലസ് ആണ് കെ, വോളിയോമെട്രിക് ചേഞ്ചിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിയറി പഠിച്ച് നിങ്ങൾ നോട്ട് എടുത്ത് നോക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ നമ്മൾ റിജിഡിറ്റി മോഡുലസ് അല്ലേ, റിജിഡിറ്റി മോഡുലസ് കണ്ടു. പിന്നെ യങ്സ് മോഡുലസ് കണ്ടു. ഇനി നമുക്ക് ബൾക്ക് മോഡുലസ്, വോളിയോമെട്രിക് ചേഞ്ചിനുള്ള. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ 2n 1+1/m ആണ്. ഇതിൽ ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്. പിന്നെ വേറൊരു കെ കാണാനുള്ള ഇക്വേഷൻ ഇ എന്ന് പറഞ്ഞാൽ 3k 1 - 2/m. 1/m പറഞ്ഞാൽ ഗാമയാണ്. 2/m എന്താണെന്നുള്ള നമുക്ക് നോക്കണ്ടേ. 2 × 0.2437 ആണ്. രണ്ടുകൊണ്ട് ഈ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് 1/m. അതായത് 2/m എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട. 2/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കൽ ടു 2/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കൽ ടു 2 × 1/m എന്നുള്ള ഇതാണ്. അപ്പോൾ അത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതിനെ, റിജിഡിറ്റി മോഡുലസിന്. ഐ മീൻ ഗാമ മീൻസ് നമ്മൾ പറഞ്ഞു പോയ്സൺസ് റേഷ്യോ 1/m.
ആ ടേമിൻ്റെ പേര് ഓർത്ത് വെച്ചില്ലെങ്കിലും നൊട്ടേഷൻ ഓർത്ത് വെക്കുക, ഇക്വേഷൻ ഓർത്ത് വെക്കുക. 9 ആയിരുന്നു 3-1. ഇത് ചെയ്ത് നോക്കണം, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 99470 എന്നാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈക്ക്. അതുപോലെ ഇവിടെ ചെയ്ത് നോക്കുക. എന്നിട്ട് കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ കിട്ടും. K61280. അതായത് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് today's presentation. Second module is over. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഈ യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പോയിസൺസ് റേഷ്യോ നമുക്ക് കിട്ടണം 1/m എന്നുള്ളത്. ഇതാണ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഗാമ കണ്ടുപിടിച്ചത്. ഗാമ പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ആണ്. പിന്നെ മുമ്പത്തെ പ്രോബ്ലത്തിലും നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ് മുമ്പത്തെ പ്രോബ്ലത്തിൽ P/A. പിന്നെ അതിൻ്റെ പ്രൂഫ് റെസിഡൻസ്, മോഡുലർ റെസിഡൻസിൻ്റെ ഇത് യൂണിറ്റ് Nm/mm² ആണ്. ഇതിൻ്റെയൊക്കെ പ്രൂഫ് റെസിഡൻസിൻ്റെ സ്ട്രെയിൻ്റെ ഒക്കെ Nm ആണ്. അതുപോലെ അതിൻ്റെ മുമ്പത്തെ പ്രോബ്ലം നമ്മൾ സഡൻലി അപ്ലൈഡ് ലോഡാണ്. അതിന് 2P/A എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്ത് ബാക്കിയൊക്കെ സെയിം തന്നെ. അതിൻ്റെ മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ മുമ്പത്തെ ദിവസം ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതുപോലെയുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ട് രണ്ട് എഫ് എസിന് ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൽ FS കണ്ടുപിടിച്ചു, എന്നിട്ട് അപ്ലോഡ് കൊടുത്തു. അത്രേ ഉള്ളൂ ഇന്നത്തെ പ്രസൻറ്റേഷൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.